ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഡിഡ് യു ഹാവ് ടു എനിത്തിങ് എന്നുള്ളതാണ്. എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ എന്ന അർത്ഥത്തിലാണ് ഡിഡ് യു ഹാവ് ടു എനിത്തിങ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ്: നിനക്ക് എന്തേലും വാങ്ങുവാനുണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് ടു ബൈ എനിത്തിങ്. നിനക്ക് ആരെയും ക്ഷണിക്കാനുണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് ടു ഇൻവൈറ്റ് എനി വൺ. നിനക്ക് എവിടെയെങ്കിലും പോകണമായിരുന്നോ? ഡിഡ് യു ഹാവ് ടു ഗോ എനിവെയർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെർബ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നിനക്ക് അത് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് ടു ഡു ദാറ്റ്. അടുത്തത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ടു പ്ലസ് വെർബ്. ചെയ്യണമായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് ടു ബൈ ആൻ ഇൻലൻഡ്. എനിക്കൊരു ഇൻലൻഡ് വാങ്ങണമായിരുന്നു. ഐ ഹാഡ് ടു ബൈ ആൻ ഇൻലൻഡ്. ഐ ഹാഡ് നത്തിങ് എൽസ് ടു ബൈ. എനിക്ക് മറ്റൊന്നും വാങ്ങുവാനില്ലായിരുന്നു. ഐ ഹാഡ് നത്തിങ് എൽസ് ടു ബൈ. ഹി ഹാഡ് നോ വെയർ ടു ഗോ ഫോർ ഹെൽപ്പ്. സഹായത്തിനായി അയാൾക്ക് ഒരിടത്തും പോകുവാനില്ലായിരുന്നു. ഐ ഹാഡ് നോബഡി ടു ഇൻവൈറ്റ്. എനിക്ക് ആരെയും ക്ഷണിക്കുവാനില്ലായിരുന്നു. ഐ ഹാഡ് ടു ഗോ ടു എ പ്ലേസ്. എനിക്ക് ഒരിടം വരെ പോകണമായിരുന്നു. സോറി, ഐ ഹാഡ് ടു ഡിസ്മിസ് ഹിം. ക്ഷമിക്കണം, എനിക്ക് അയാളെ പിരിച്ചുവിടേണ്ടി വന്നു. I had to dismiss him. Sorry, I had to avoid her. ക്ഷമിക്കണം, എനിക്ക് അവളെ ഒഴിവാക്കേണ്ടതായി വന്നു. അപ്പോൾ ഡിഡ് യു ഹാവ് ടു എനിത്തിങ് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.